നമസ്കാരം, സെനിക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് ക്യാമ്പ് വിശേഷങ്ങളും അതിൻ്റെ ഒരു ഡീകോഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞുപോയ സീസണിൽ നിന്നും ഒട്ടേറെ മാറ്റങ്ങളുമായിട്ടാണ് ഈ ഒരു സീസണിലേക്ക് വരുന്നത്. കഴിഞ്ഞ സീസണുകളിലൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു വിദേശ താരം പോലും ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലില്ല. എല്ലാം പുതിയ ഫ്രഷ്നർ സൈനിങ്സ് ആണ്. ഒപ്പം കുറച്ചധികം യുവതാരങ്ങളെ കൂടി ബ്ലാസ്റ്റേഴ്സിനെ റിസർവ് ചെയ്യുന്ന ഒക്കെ അങ്ങനെയായിട്ടൊക്കെ ഈ ഒരു സീസണിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയൊരു ISL സീസണിന് മുന്നോടിയായിട്ട് ബ്ലാസ്റ്റേഴ്സ് അവരുടെ ആ ഒരു ഫ്രണ്ട്ലി മാച്ചസിന് വേണ്ടിയൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ആ ഒരു മാച്ചുകൾ നടന്നതിന് ശേഷം അതിൻ്റെ വിഷ്വൽസ് വെച്ചിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡീകോഡ് ചെയ്ത് അനലൈസ് ചെയ്ത് പറയാനുണ്ട്. സോ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ പുറത്തുവിട്ടിട്ടുള്ള അവരുടെ ആ ഒരു ട്രെയിനിങ് വിഷ്വൽസിലൊക്കെ നിങ്ങളിപ്പോൾ ഈ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ നമ്മളെ ഒരു വേണ്ട വിധം തൃപ്തിപ്പെടുത്തുന്ന ഒരു ഔട്ട്പുട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന താരങ്ങളുടെ ലിസ്റ്റ് എന്ന് തന്നെ നമുക്ക് ആദ്യം പരിശോധിക്കാം. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വിഷ്വലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഐബാൻ ഡോഗ്ലിങ്ങിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഐബാൻ ഡോഗ്ലിങ്ങിൻ്റെ മുന്നിൽ 3 ഡിഫൻഡർമാരാണ് നിരന്ന് നിൽക്കുന്നത്. ആ ഒരു സന്ദർഭത്തിൽ പന്ത് ഒരു 1 ടാപ്പ് കളിച്ച് ഉള്ളിലേക്ക് കയറി ആ ഒരു ഫ്രഷ്നോ സെക്കൻഡിനുള്ളിലേക്ക് കയറി കൃത്യമായിട്ട് മാർക്ക് ചെയ്യാതെ നിൽക്കുന്ന താരം ആരാണോ എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു പന്ത് ഡൈവേർട്ട് ചെയ്യാനായിട്ട് പലതവണ ഐബാൻ ഡോഗ്ലിംഗ് പരിശ്രമിക്കുകയും അത് വിജയിക്കുകയുമായിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു ട്രെയിനിങ് വിഷ്വലിൽ കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ഐബാൻ ഡോഗ്ലിങ്ങും ഒരു വിങ് ബാക്ക് പ്ലെയർ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു ഡൈവേർഷൻ, അതാണ് ഏറ്റവും വലിയൊരു അനിവാര്യമായിട്ടുള്ളൊരു കാര്യം. മുന്നിലൊരു 3 ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഫ്രണ്ടിലേക്ക് ഡൈവേർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ടും ഒരു വിങ് ബാക്ക് പ്ലെയർ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ആൻഡ് നെക്സ്റ്റ്, ടെക്നിക് ആൻഡ് സ്കിൽ. നിങ്ങളിപ്പോൾ ഈ ഒരു വിഷ്വലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളി താരം നിഹാൽ സുധീഷ് മുന്നിലുള്ള താരത്തിൻ്റെ കാലുകൾക്കിടയിലൂടെ നട്ട്മഗ് ചെയ്തുകൊണ്ട് പാസ് ഡൈവേർട്ട് ചെയ്യുന്ന ഈ ഒരു വിഷ്വലുണ്ട്. നമുക്ക് നിഹാൽ സുധീഷ് എങ്ങനെയാണെന്നറിയാം. കഴിഞ്ഞ കുറച്ച് സീസണുകളിലായിട്ട് ISL വളരെ സ്കിൽഫുൾ ആയിട്ടുള്ളൊരു പ്രകടനം തന്നെയാണ് കൺസിസ്റ്റൻസിയോടെ തന്നെ ഇദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സ്കിൽസ് കൊണ്ട് മാത്രമല്ല, ആവശ്യത്തിലധികം പേസ് എടുത്ത് കളിക്കുന്ന, ആക്സലറേറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു നിഹാൽ സുധീഷിനെയാണ് ഇന്നേ വരെ ISL കണ്ടുള്ളത്. ആദ്യത്തെ ഈ ഒരു ട്രെയിനിങ് വിഷ്വൽസിലെ നിഹാലിൻ്റെ പെർഫോമൻസ് കൃത്യമായിട്ടൊന്ന് വീക്ഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ബ്ലാസ്റ്റേഴ്സിന് വരുന്ന മത്സരങ്ങളിലെ ഒരു ഫസ്റ്റ് 11 ചോയ്സാണ് നിഹാൽ എന്നുള്ളൊരു കാര്യം. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറയുമ്പോൾ നിഹാലിൻ്റെ ആ ഒരു വോൾ പാസ് കളിയൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം പെട്ടെന്നൊരു വോൾ പാസ് കളിച്ച് ഓടി അകത്തേക്ക് കയറിയ ഒരു ത്രൂ ബോൾ വാങ്ങിച്ച് ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തുന്ന ഒരു പ്രത്യേക ഒരു സെറ്റ് ഓഫ് ഗെയിം പ്ലേ ആണ് നിഹാലിൽ നിന്ന് പല സമയത്തും പല സിറ്റുവേഷനിലും കണ്ടുള്ളത്. മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏത് തരത്തിലുള്ള ഒരു ഗെയിം പ്ലാനിലും സ്യൂട്ടബിൾ ആവാൻ പറ്റിയൊരു താരം തന്നെയാണ് നിഹാൽ സുധീഷ്. ഇനി നമുക്ക് ഡീപ്പായിട്ടുള്ളൊരു അനാലിസിസിലേക്ക് വരാം. അതായത് ബ്ലാസ്റ്റേഴ്സ് മെയിൻലി ഈ ഒരു കറ്റാലിയുടെ കീഴിൽ കൂടുതലായിട്ട് പ്രിഫർ ചെയ്തിട്ടുള്ളൊരു ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 4-2-3-1 എന്നൊരു ഫോർമേഷനാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ സൂപ്പർ കപ്പിൽ നമുക്കറിയാം, വിങ്ങുകളിൽ ഒരുപാട് പ്രസ് നൽകുന്ന അല്ലെങ്കിൽ വിങ്ങുകളിലൂടെ ആക്രമണങ്ങൾ മെനഞ്ഞെടുക്കുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെയാണ് പല സമയങ്ങളിൽ നമ്മൾ കണ്ടുള്ളത്. ഈ ഒരു സീസണിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കാം. പക്ഷേ ഈ ഒരു ട്രെയിനിങ് വിഷ്വലിൽ കാണുമ്പോഴും എനിക്ക് മനസ്സിലാകുന്നത് വിങ്ങിലേക്ക് കൂടുതലും ആശ്രയിക്കുന്നതും വിങ്ങിലൂടെ തന്നെ ഒരുപാട് അപകടങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതുമായിട്ടാണ്. കാരണം പ്രത്യേകിച്ച് നോഹ സദോയുടെ കളി എങ്ങനെയാണെന്ന് നമുക്കറിയാം. ട്വൈസ് പന്തെടുത്ത് വെട്ടിയൊഴിഞ്ഞ് ബോക്സിനുള്ളിലേക്ക് കുത്തിക്കയറുന്ന നോഹ സദോയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നോഹ സദോ ഇല്ല, അവിടെ ആരെന്നുള്ള ചോദ്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു റീപ്ലേസ്മെൻ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നോഹ സദോയുടെ ഗെയിം സ്റ്റൈൽ എങ്ങനെയാണോ അതുമായിട്ട് തീർച്ചയായിട്ടും സാദൃശ്യം തോന്നിക്കുന്ന വിധത്തിലുള്ളൊരു താരത്തെയാണ് ഫ്രഞ്ച് താരമായിട്ടുള്ള കെവിൻ യോക്കെയാണ് ആ ഒരു പൊസിഷനിൽ വന്നിട്ടുള്ളത്. കറ്റാലയുടെ ആ ഒരു പുതിയ സ്ട്രാറ്റജിയിൽ കെവിൻ യോർക്കയ്ക്ക് വലിയൊരു പങ്ക് തന്നെയുണ്ടെന്ന് തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു പുതിയ സിസ്റ്റത്തിൽ എന്തുകൊണ്ടും നോഹയേക്കാൾ ഫാർ ബെറ്റർ ഓപ്ഷൻ തീർച്ചയായിട്ടും ഈ പുതിയ താരം കെവിൻ യോർക്കയാണെന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നോഹയെ പോലെ തന്നെ വെട്ടിയൊഴിഞ്ഞ് ഡി ബോക്സിൻ്റെ അകത്തേക്ക് ചെല്ലും. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് പല സമയത്തും നോഹ സദൈ ഒറ്റയ്ക്ക് ട്രൈ ചെയ്ത് അടിച്ച് പുറത്തേക്ക് കളയുകയോ അല്ലെങ്കിൽ ഗോളായിട്ടൊക്കെ നോഹ സദൈ അടിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി കൂടുതലധികം ഷോട്ടുകളും ദുർബലമായിട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. പക്ഷേ കെവിൻ യോർക്കയിലേക്ക് വരികയാണെങ്കിൽ ഡി ബോക്സിൻ്റെ അകത്ത് ചെന്നിട്ട് കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനിൽ ആരാണ് നിൽക്കുന്നത് എന്ന് മാർക്ക് ചെയ്ത് കാണുന്ന ഇടങ്ങളിലേക്ക് കട്ട് ബാക്ക് ചെയ്തോ അല്ലെങ്കിൽ ക്രോസ് ഇട്ട് കൊടുക്കുകയോ ഒക്കെ നമുക്ക് ഈ പറഞ്ഞ കെവിൻ യോർക്കെ ചെയ്യാറുണ്ട്.
മാത്രമല്ല നോഹ സദോയേക്കാളും കൂടുതൽ ഫിസിക്കുള്ളൊരു താരവും കൂടിയാണ് കെവിൻ യോക്കി. ഇപ്പോൾ ജസ്റ്റ് ബ്ലാസ്റ്റേഴ്സിൽ ഇതെങ്ങനെ പ്രയോജിതമാകുമെന്നതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. കെവിൻ യോക്കിയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസും അല്ലെങ്കിൽ ആ ഒരു ഗെയിം സ്റ്റൈലിനെ കുറിച്ചൊന്നും നമ്മൾ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഒരു അനാലിസിസ് വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ അപ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ട്രെയിനിങ് ക്യാമ്പിലെ ചില വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. ഇനിയും കുറച്ചധികം കാര്യങ്ങളും അല്ലെങ്കിൽ ഇനി അടുത്ത ഫ്രണ്ട്ലി മാച്ചിന് ശേഷമുള്ള ഒരുപാട് മാച്ച് ഡീകോഡ് ചെയ്തിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. എന്താണെങ്കിലും നമുക്ക് പുറമേ നിന്ന് കേൾക്കുന്ന വാർത്തകൾ പ്രകാരം ഇന്നും നാളെയായിട്ടൊക്കെ ബ്ലാസ്റ്റേഴ്സ് ഫ്രണ്ട്ലി മാച്ച് കളിക്കുമെന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മത്സരത്തിന് ശേഷം കിട്ടുന്ന വിഷ്വൽസൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു ഡീകോഡിങ് അനാലിസിസ് വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വരുന്നൊരു ചോദ്യമായിരിക്കും, ഈ ഒരു മാച്ചിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ലി മാച്ചിൻ്റെ ഒരു ലൈവ് വിഷ്വൽ അല്ലെങ്കിൽ ലൈവ് ടെലികാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുമോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ലൈവ് വിഷ്വൽ അല്ലെങ്കിൽ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ ഇൻസ്റ്റാ പേജ് യൂട്യൂബ് പേജ് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ലൈവ് കാണുമായിരിക്കും. എന്തായാലും അതിലെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സോഴ്സ് ലൈവ് കിട്ടുമെന്നാണെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് വഴി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലിങ്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോഴും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കായിക ലോകത്തെ ഇതിലും നല്ല പുതുപുത്തൻ ഡീകോഡിംഗ് അനാലിസിസ് വിശേഷങ്ങളുമായി വീണ്ടും വരാം. മറ്റൊരു ദിവസം ഇതിലും പുതുപുത്തൻ എപ്പിസോഡുമായി വരുമ്പോഴത്തേക്കും ബൈ.